ഈ പരാതിക്ക് ആധാരമായ തെളിവുകൾ അദ്ദേഹം ഹാജരാക്കി 24 ടെലിവിഷൻ ഹാജരാക്കി കഴിഞ്ഞാൽ അറസ്റ്റ് ഉണ്ടാവുമോ എന്ന് നമുക്കറിയില്ല. കാരണം കേരളത്തിൽ അങ്ങനെ ഒരു അറസ്റ്റിന് സാധ്യതയില്ല. നേരത്തെ തന്നെ ഒരു കേസിലല്ല ഒന്നിലധികം കേസിൽ അറസ്റ്റിലായിട്ടുള്ള ആളാണ് റിപ്പോർട്ടർ ചാനലിൻ്റെ ഉടമ. അപ്പോൾ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ റിപ്പോർട്ടർ ചാനലിൻ്റെ ഉടമയെ കേരള പോലീസ് അറസ്റ്റ് ചെയ്യുമോ എന്ന് വെച്ചാലുള്ള സാധ്യത അതിവിദൂരമാണ് എന്നേ പറയാൻ കഴിയും. മലമുറി കേസിൽ ഞാൻ തെറ്റുകാരനല്ല എന്ന് ഇവിടുത്തെ സർക്കാരിന് അറിയാം എന്ന് അദ്ദേഹം പറഞ്ഞു കേട്ടതല്ലേ? സർക്കാരിന് അറിയാമെങ്കിൽ അദ്ദേഹം തെറ്റുകാരനായിരിക്കില്ലല്ലോ, സ്വാഭാവികമായിട്ട് അദ്ദേഹം തെറ്റുകാരനായിരിക്കില്ല. പക്ഷേ കോടതിയിൽ അത് ബോധിപ്പിക്കണം. കോടതിയിൽ അങ്ങനെ ഒരു കേസുണ്ട്, ആ കേസ് എവിടെയും ആയിട്ടുമില്ല. പിന്നെ ആ കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് എന്താണ് സംഭവിച്ചത് നമുക്ക് കേസെടുക്കാൻ നിർബന്ധിതരായതാണോ പോലീസ്? അല്ല, ഒരു പരാതി കിട്ടിയ കേസെടുക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ശ്രീകണ്ഠൻ നായരാണ് പരാതി കൊടുക്കുന്നത്. ഇതിലെ രസം എന്താണെന്ന് വെച്ചാൽ ശ്രീകണ്ഠൻ നായരും ചെറിയ ആളല്ലല്ലോ. അദ്ദേഹം ഒരു വളരെ പ്രഗത്ഭനായ വർഷങ്ങളായി ബ്രോഡ്കാസ്റ്റിംഗ് ഇൻഡസ്ട്രിയിലുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം ഒരു പരാതി കൊടുക്കുമ്പോൾ കേസെടുക്കായിരുന്നു. അദ്ദേഹം നാളെ വെണ്ടയ്ക്ക നിരത്തില്ലേ 24-ൻ്റെ പരാതിയിൽ കേസെടുത്തില്ല. അപ്പോൾ എന്ത് ചെയ്യാൻ കേസെടുത്തു. പക്ഷേ ഒരു കേസ് എത്രമാത്രം അന്വേഷിക്കും? നമ്മൾ മഹാരാഷ്ട്ര പോലീസ് അർണാബ് ഗോസ്വാമിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതുപോലെ ഈ പറയുന്ന റിപ്പോർട്ടർ ചാനലിൻ്റെ ആളെ അറസ്റ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷേ ഇതിൽ വേറെ കാര്യം കൂടിയുണ്ട്. ഈ ബാർക്കിൽ തട്ടിപ്പ് നടക്കുന്നുണ്ട് നമുക്ക് സംശയിക്കാം. പക്ഷേ അതിനുള്ള തെളിവ് എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുക? ഒരു ടെലിവിഷൻ ഇൻഡസ്ട്രിയിലുള്ള ഒരാളെ സംബന്ധിച്ച് തെളിവ് കണ്ടെത്തുക ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്നുകിൽ നമുക്ക് ഈ തട്ടിപ്പ് നടത്തുന്നവരായിട്ട് നമുക്ക് എന്തെങ്കിലും ബന്ധം വേണം. നമുക്ക് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ ആ തട്ടിപ്പ് നമുക്ക് നമ്മുടെ സൈഡിലേക്ക് വരുള്ളൂ. റിപ്പബ്ലിക് ടിവിൻ്റെ കേസിൽ തെളിവ് കണ്ടെത്തി. റിപ്പബ്ലിക് ടിവിയുടെ വേറെ വിഷയമാണ്. റിപ്പബ്ലിക് ടിവിയിൽ നടന്ന ബാർക്ക് തട്ടിപ്പല്ല ഈ ബാർക്ക് തട്ടിപ്പ്. ഈ ബാർക്ക് തട്ടിപ്പിൻ്റെ പ്രശ്നം എന്താണ്? ഇത് ബാർക്ക് ഏജൻസിയെ തന്നെ കൈക്കൂലി കൊടുത്ത് എന്ത് ചെയ്യുന്നു? ഈ ഡാറ്റ തിരുത്തിക്കുകയാണ് ചെയ്യുന്നത്. ഫൈനൽ ഡാറ്റ അർണബ് ഗോസ്വാമി അങ്ങനെയല്ല ചെയ്തത്. അർണബ് ഗോസ്വാമിക്ക് വേണ്ടി എന്ത് ചെയ്തു? ഓരോ വീടുകൾ കയറിയിട്ട് സാമ്പിൾ മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് കുറേ കൂടി ഗൗരവമുള്ള വിഷയമാണ്. ഇത് ഗൗരവമുള്ള വിഷയമാകുന്നത് എപ്പോഴാണ്? ബാർക്കിൻ്റെ ആ എന്താണ് റേറ്റിംഗ് സിസ്റ്റം തന്നെ മാറ്റാൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുകയാണ്. കുറേ കൂടി കോംപ്രഹെൻസീവായ, കുറേ കൂടി ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു പുതിയ സംവിധാനം, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളെ കൂടി ഉൾക്കൊള്ളിച്ചുള്ള പുതിയ സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കുകയും അതിനാവശ്യമായ ചട്ടഭേദഗതികൾക്കായി സർക്കാർ ഒരു ഡ്രാഫ്റ്റ് പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഹിയറിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ അങ്ങനെ വരുമായിരിക്കാം. അതിനിടയിലാണ് അത് ബാർക്കിൻ്റെ ഓൾറെഡി നഷ്ടപ്പെട്ട വിശ്വാസ്യത നിലനിൽക്കുമ്പോഴും ബാർക്ക് തന്നെ എന്താണ് റാപ്പ് ചെയ്യാൻ പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത് വരുന്നത് ആലോചിക്കുക. ഇനി മറ്റൊരു പ്രശ്നം, ഇപ്പോൾ 24 ചാനലിനെ സംബന്ധിച്ച് അവർക്ക് എങ്ങനെയാണ് ഇങ്ങനെ തട്ടിപ്പ് നടന്നിട്ടുണ്ടാകാമെന്ന് ഇപ്പോൾ തോന്നുന്നു? അവർക്ക് മുമ്പ് തോന്നിയിട്ടില്ലേ? ഇപ്പോൾ അവർക്ക് എങ്ങനെയാണ് അത് തോന്നിയത്? അതിൽ രസം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു കെമിസ്ട്രി എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് വളരെ വിദഗ്ധമായി ചെയ്യുന്ന ആളുകൾ ഇൻഡസ്ട്രിയിലുണ്ട്. ആ ഇൻഡസ്ട്രിയിലുള്ള ആളുകൾ ഒരു ഘട്ടത്തിലൊരു ചാനൽ പ്രവർത്തിക്കും, അവരവിടെ തട്ടിപ്പ് നടത്തും, അതിനെ റേറ്റിങ്ങിൽ മുന്നിലെത്തിക്കും, പിന്നെ അവർ അടുത്ത ചാനലിൽ പോകും, പുതിയ ചാനലായിരിക്കും വരുന്നത്, അവിടെ ഈ പണി ചെയ്യും, അവിടുന്ന് ഇറങ്ങും, അവരെ മുന്നിലെത്തിച്ചിട്ട് അടുത്ത സ്ഥലത്ത് പോകും. അങ്ങനെ ഇറങ്ങി നടക്കുന്ന ആളുകളുണ്ട്. മുന്നിലെത്തിച്ചിട്ട് അതായത് പുതിയ ചാനലുകൾ ഉണ്ടാക്കുക, ആ ചാനലുകളെ വളരെ പൊടും തന്നെ മുന്നിലേക്ക് എത്തിക്കുക. അത് ഈ പറയുന്ന ബാർക്ക് റേറ്റിങ്ങിൽ മാത്രമല്ല മുന്നിലെത്തിക്കുന്നവർ, യൂട്യൂബിൽ മുന്നിലെത്തിക്കും. യൂട്യൂബിൽ രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് നമ്മൾ യൂട്യൂബ് തുറന്നു നോക്കി കഴിഞ്ഞാൽ ഒരു 5:30 ഒരു 20-30 പേര് കണ്ടുകൊണ്ടിരിക്കുന്ന യൂട്യൂബ് ചാനൽ 6 മണിയാകുമ്പോൾ ഷൂട്ടപ്പ് ചെയ്യുന്നു, 20,000 പേരെ കാണുന്നു. 6 മണിക്ക് ഷൂട്ടപ്പ് ആവില്ല, 7 മണിക്ക് ഷൂട്ടപ്പ് ആവുള്ളൂ. അത് എപ്പോൾ ഷൂട്ടപ്പ് ആകണം അപ്പോൾ ഷൂട്ടപ്പ് ആകുന്നു. നിങ്ങളുടെ കോൺട്രാക്ട് പോലെ. അതേക്കുറിച്ചും ഈ പരാതിയിലുണ്ട്. അതേക്കുറിച്ച് അവർ ആ പരാതി ഫോൺ ഫാമിംഗ് അത് ഈ ചാനൽ കാണുന്ന മലയാളം ചാനൽ കാണുന്ന വിയറ്റ്നാമിലും തായ്ലൻഡിലും ഇരുന്നാണ് ആളുകൾ കാണുന്നതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇത് വിദഗ്ധമായി ചെയ്യുന്ന വളരെ ചുരുക്കം വ്യക്തികൾ ഈ ഇൻഡസ്ട്രിയിലുണ്ട് എന്നാണ് ശ്രീകണ്ഠൻ നായർ KTFൻ്റെ ഒരു യോഗത്തിൽ മറ്റോ പ്രസംഗിക്കുന്നത് നമ്മൾ കേട്ടിരുന്നു. അപ്പോൾ ഈ വ്യക്തികൾ ആരാണെന്ന് അദ്ദേഹത്തിനാണെങ്കിൽ ആ വ്യക്തികൾക്കെതിരെയാണല്ലോ പരാതി കൊടുക്കേണ്ടത്. ആ വ്യക്തികളെ ചൂണ്ടിക്കാട്ടണമല്ലോ, ആരാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് ചൂണ്ടിക്കാട്ടണമല്ലോ. അപ്പോൾ ഇത് ഈ കുളിമുറിയിൽ ആരൊക്കെയാണ് നഗ്നരായിട്ടുള്ളത് എന്നുകൂടി അറിയണമല്ലോ. ഇപ്പോൾ ശ്രീകണ്ഠൻ നായർ പറയാറുള്ളത് ഞാനും അർണബ് ഗോസ്വാമിയും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു ഇൻഡസ്ട്രി ഏജൻസി ഉണ്ട് എന്നാണ് അദ്ദേഹം ആ പ്രസംഗത്തിൽ പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ശരിയാവുക? അർണബ് ഗോസ്വാമി ഈസ് ഓൾറെഡി എന്താണ് അക്യൂസ്ഡ്. ഈ വിഷയത്തിൽ അർണബ് ഗോസ്വാമി ഓൾറെഡി അക്യൂസ്ഡാണ്, അദ്ദേഹത്തിൻ്റെ ഒരു കേസുണ്ട്. അപ്പോൾ ശ്രീകണ്ഠൻ നായർക്കും അർണബ് ഗോസ്വാമിക്കും ഒക്കെ എന്താണ് ഇതേക്കുറിച്ച് പരാതി ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു എന്താണ് പറയുക, അത് കണക്കൊന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല ആ ആരോപണത്തിൽ. യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നിൽ ആരാണ് എന്നുള്ളത് വ്യക്തമാകാതെ നമ്മൾ ഇതേക്കുറിച്ച് അഭിപ്രായം പറയുന്നതും ശരിയല്ല.